ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വെജിറ്റബിളിലാട്ടോ നമ്മൾ കൈ പിടിച്ചേക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിന്നൊരു കോവയ്ക്ക ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മെഴുക്കുരുട്ടിയാണോ ഫ്രൈ ആണോ എന്നതൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്, വീട്ടിലത്തൊന്നല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമ്മളത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇത് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് വാഷൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 50% ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കഴിവിലിറക്കും. ബാക്കി 50% യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നോക്കും. അതപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ ഫുള്ളി യൂട്യൂബ് നോക്കി ഉണ്ടാക്കാറില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു നോട്ട്സൊക്കെ തയ്യാറാക്കി. ഞാനിത് മിക്കപ്പോഴും ചെയ്യുന്നതാണ്. പിന്നെ ടൈമില്ലെങ്കിൽ ഒക്കെ നോട്ട്സൊന്നും തയ്യാറാക്കാറില്ല, വീഡിയോസ് മാത്രം നോക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോട്ട്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഈ ചോപ്പിംഗ് ബോർഡിനേലും കൂടുതൽ ഇഷ്ടമെങ്കിൽ ചപ്പാത്തി പലക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കണം. എപ്പോഴൊന്നും എടുക്കാറില്ല, വല്ലപ്പോഴും അതെടുക്കും. പിന്നെ എന്നെ വീഡിയോ എടുക്കണതുകൊണ്ട് കൂടെ ചപ്പാത്തി പലക എടുത്തു. അതിന് ശേഷം കോവയ്ക്കേൻ്റെ 2 അറ്റഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അതിനെ ഡിവൈഡ് ചെയ്യും. മൊത്തം 4 പോർഷനാക്കും ഒരു കോവയ്ക്കേനെ. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കോവയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുന്നുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതും ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ആക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുനുകുനാന്ന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കോവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കണതായിരിക്കാം, പക്ഷേ ഇത് ഞങ്ങളിങ്ങനെയല്ല ശരിക്കും ഉണ്ടാക്കണേ. ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കോവയ്ക്ക് ഫ്രൈ ചെയ്യും, അത് അടിപൊളിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഇതിപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ സംഭവം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കോവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം വാടി ഇത് ചുരുണ്ട് ഒരു ഇച്ചിരിയാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ടർമറിക് പൗഡർ ഇട്ടു, ചില്ലി പൗഡർ ഇട്ടു. വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊക്കെ ചേർക്കാം. എന്നിട്ട് നമ്മളിത് കറി നമ്മുടെ ഏകദേശം സെറ്റ് ആവണതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കോവയ്ക്ക ഡാഷ് അത് റെഡിയാവും. ഫ്രൈയോ എത്തോ ഇത് എൻ്റെ വേണമെങ്കിൽ പറയാം, എനിക്കറിയില്ല ഇത് ശരിക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന്. സംഭവം ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വാടി ഈ ഒരു കണ്ടീഷൻ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നേരം വയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.